എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. അങ്ങനെ ഞങ്ങളുടെ മണാലി ടൂർ ഇന്നിവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാവരും രാത്രിയുടെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തുകൂടിയതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം രാവിലെ പിന്നീട് കുളുവിലേക്കാണ് പോകുന്നത്. കുളുവിൽ കൂടുതലും ആക്ടിവിറ്റികളാണ് കൂടുതലായിട്ട് ചെയ്യാനുള്ളത്. അതിൻ്റെ വീഡിയോകൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ലൈക്കും കമൻസൊക്കെ ഇട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിന് മുൻപ് ഞാൻ ചെയ്ത മണാലിയുടെ വീഡിയോകൾ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് വെക്കാം. അത് പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാൻ പറ്റുന്നതാണ്. ഇവിടെ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ഒറിജിനൽ മ്യൂസിക് ആഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങൾ മണാലിയിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അടുത്തത് പോയിക്കൊണ്ടിരിക്കുന്നത് കുളു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. കുളുവിലേക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 40-45 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഈ കുളുവിൻ്റെ ഭൂപ്രകൃതിയും മണാലിയുടെ ഭൂപ്രകൃതിയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ഒരുപോലെ തന്നെയാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. പിന്നെ അവിടെ കൂടുതലായിട്ട് ചെയ്യാനുള്ളത് അവിടുത്തെ ആക്ടിവിറ്റികളാണ്. അതായത് ഈ നദിയിലൂടെയുള്ള റാഫ്റ്റിങ് അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കൂടുതൽ ചെയ്യാനുള്ളത്. അത് എയർ അടിച്ചിട്ടുള്ള ഒരു എയർബോട്ടാണ്. ആ എയർബോട്ടിൽ നമുക്കൊരു 6 പേർക്ക് കയറാൻ പറ്റും. അതിലൊരാൾക്ക് കയറാനായിട്ട് 1000 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. പിന്നെ ആ നദിയിലൂടെ അതിൽ കയറിയിട്ട് ഇങ്ങനെ തുഴഞ്ഞു പോകുന്നൊരു പരിപാടിയാണ്. മേത്തേക്കൊക്കെ വെള്ളം തെറിക്കുന്നൊരു പരിപാടിയാണ്. നല്ല രസമുള്ളൊരു ആക്ടിവിറ്റിയാണത്.
ഇത് ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സ് കടയിൽ വണ്ടി നിർത്തിയതാണ്. അപ്പോൾ അവിടെ ആവശ്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വണ്ടി നിർത്തിയത്. അപ്പോൾ കുറേ പേരൊക്കെ അവിടെ കയറിയിട്ട് കുറേ സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ചിട്ട് വളരെ റേറ്റ് കൂടുതലാണ് ഇവിടെ എല്ലാ സാധനങ്ങൾക്കും. ഞങ്ങളൊന്നും അവിടെ നിന്ന് വാങ്ങിയിട്ടില്ല. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് കയറി ഇറങ്ങിയിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഇറങ്ങി, അത്രയേ ഉള്ളൂ. Dried mango. അതിനുശേഷം ഞങ്ങൾ ഇവിടുത്തെ ഒരു വൈഷ്ണവ ദേവി ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിൾ കാണാനാണ് വന്നത്. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു അമ്പലത്തിൻ്റെ മാതൃകയിലല്ല, അതിൻ്റെ പുറമെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് ആ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ അനുവാദമില്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള വീഡിയോ മാത്രമേ ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ. इस साइड को बुलाओ, इस साइड को जितने बंदे हैं हेलमेट है हमारा लेने को कहीं ग्रुप आया तो घड़ी घड़ी चकने छुट्टी आ गई यारो
എന്താ അത്? അങ്ങനെ കുളുവിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇനി അടുത്തത് പോകുന്നത് പഞ്ചാബിലേക്കാണ്. പഞ്ചാബിലെ അമൃത്സർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അമൃത്സറിൻ്റെ കൂടുതൽ കാഴ്ചകളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻസും ഒക്കെ ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.